ക്ലാസ് കട്ടാക്കി കാമുകന്റെ കൂടെ പുതിയ ഫിലിം കാണാൻ പോയതായിരുന്നു റസിയ. റസിയ ഫസ്റ്റ് ഇയർ ലോജിസ്റ്റിക് വിദ്യാർത്ഥിനിയാണ്. അതേ സബ്ജക്റ്റിൽ ഫൈനൽ ഇയറിൽ പഠിക്കുന്ന തൻ്റെ സീനിയറായ കൂട്ടുകാരൻ സലീമിൻ്റെ ഒപ്പം ബൈക്കിൽ കയറിയാണ് അവൾ തിയേറ്ററിലേക്ക് പോയത്. സുഹൃത്ത് എന്നതിലുപരി അവർ തമ്മിൽ പ്രണയമാണ്. പോപ്കോണും പെപ്സിയും കഴിച്ച് തിയേറ്ററിൽ ഇരുന്ന സിനിമയിൽ പല റൊമാൻസ് സീൻ വരുമ്പോഴും അവർ അതേപടി അവിടെ അനുകരിച്ചു. അവരുടെ പ്രണയബന്ധം കോളേജ് ക്യാമ്പസുകളുടെ പല ഇടനാഴികളിലും വളർന്നു. ഇതേസമയം മറ്റൊരു കൂട്ടുകാരനായ ഹിജാസിനും റസിയയെ ഇഷ്ടമായിരുന്നു. അവൻ അവളുടെ വീടിനടുത്ത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ കോളേജ് ഇല്ലാത്ത അവസരങ്ങളിലൊക്കെ അവനുമായി അവൾ സലീം അറിയാതെ രഹസ്യമായി പ്രണയവും അടുപ്പവും തുടർന്നു. ഫൈനൽ ഇയർ എക്സാമൊക്കെ കഴിഞ്ഞപ്പോൾ സലീം കിട്ടിയ സർട്ടിഫിക്കറ്റുമായി സൗദിയിലേക്ക് പോകാനുള്ള വഴികൾ ആരാഞ്ഞു. അതിൻ്റെ ഫലമായി അവന് സൗദിയിൽ ജോലിയുള്ള വിസ ലഭിച്ചു. വിവരമറിഞ്ഞ് കാമുകിയായ റസിയയ്ക്ക് സന്തോഷമായി. പോകുന്നതിന് മുമ്പായി അവർ തമ്മിൽ ഒരിടത്ത് കണ്ടുമുട്ടി. തന്നെ പിരിഞ്ഞു പോകുന്നതിൽ ദുഃഖമുണ്ടെന്നുള്ള കാര്യം റസിയ സലീമിനെ അറിയിച്ചു. അവൾ അവനെ കെട്ടിപ്പിടിച്ച് തേങ്ങിക്കരഞ്ഞു. അവൻ അവളെ ആശ്വസിപ്പിച്ചു. റസിയ, എന്നെ പ്രതീക്ഷിച്ച് കാത്തിരുന്നാൽ മതി. തീർച്ചയായും സൗദിയിൽ പോയി കാശ് സമ്പാദിച്ചു വന്നതിന് ശേഷം വിവാഹിതരാകാമെന്ന ഉറപ്പുള്ള വാക്കുകൾ കൈമാറിയ ശേഷം സലീം സൗദിയിലേക്ക് പോയി. സൗദിയിലെത്തിയ സലീം അവിടെ തൻ്റെ ജോലിയിൽ പ്രവേശിച്ചു. നല്ല തിരക്കുള്ള ജോലി. ഓഫീസ് ടൈം കൂടാതെ ഓവർ ടൈം വരെ അവനെടുത്ത് കാശ് സമ്പാദിച്ചു. ഈ കാലം അത്രയും റസിയ ഒരേ സമയം സലീമിനെ പ്രണയിക്കുകയും ഹിജാസുമായി രഹസ്യബന്ധം തുടരുകയും ചെയ്തു. ഇതൊന്നും അറിയാത്ത സലീം തന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന റസിയയുമായി അപ്പോഴും തൻ്റെ ആത്മാർത്ഥ പ്രണയം അവൻ തുടരുകയായിരുന്നു. എന്നും റസിയ ഫോണിലൂടെ സലീമിനെ വിളിക്കുകയും സംസാരിക്കുകയും പരസ്പരം സ്നേഹോപഹാരങ്ങൾ വാക്കുകളിലൂടെയും ചിത്രങ്ങളിലൂടെയും കൈമാറുകയും ചെയ്തു. എങ്കിലും റസിയ നാട്ടിലുള്ള ഹിജാസുമായുള്ള അടുപ്പം ഒഴിവാക്കിയിരുന്നില്ല. തുടർന്ന് 1-2 വർഷത്തിനു ശേഷം സലീം വന്ന് റസിയയെ വിവാഹം കഴിച്ചു. സലീം അവൾക്കും വിസയെടുത്ത് സൗദിയിലേക്ക് തൻ്റെ കൂടെ കൊണ്ടുപോയി. അവിടെ ലക്ഷറി ഫ്ലാറ്റിൽ അവളെ താമസിപ്പിച്ച് അവൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. റൂമിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തൊക്കെ അവൾ നാട്ടിലുള്ള ഹിജാസുമായി ഫോണിലൂടെ തൻ്റെ രഹസ്യബന്ധം തുടർന്നു. ഇതിനിടെ സൗദിയിൽ ഫ്ലാറ്റിൽ താമസിച്ച റസിയ ഗർഭിണിയായി. മാസം തികഞ്ഞപ്പോൾ സൗദി ഹോസ്പിറ്റലിൽ വെച്ച് ഒരു പൊന്നോമനയെ അവൾ പ്രസവിച്ചു. സലീമിനെ വരച്ചു വെച്ച പോലെ തന്നെയുള്ള ഒരാൺകുഞ്ഞ്. കുഞ്ഞിനെ നോക്കിക്കൊണ്ട് അവൾ അങ്ങനെ സുഖമായി കഴിയുകയാണ് ആ സൗദിയിലെ ഫ്ലാറ്റിൽ. അതിനിടെ ഹിജാസിന് സൗദിയിലെ ഒരു വലിയ കമ്പനിയിൽ ജോലി കിട്ടി. വിവരമറിഞ്ഞ് റസിയയ്ക്ക് സന്തോഷമായി. ഹിജാസ് സൗദിയിലെത്തി ജോലിയിൽ പ്രവേശിച്ചു. ഹിജാസിന് ലീവുള്ള ഒരു ദിവസം റസിയ അറിയിച്ചതനുസരിച്ച് ഹിജാസ് അവളുടെ ഫ്ലാറ്റിൽ വന്ന് അവളെ കണ്ടു. റസിയ അവനെ സ്വീകരിച്ച് ഫ്ലാറ്റിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. റസിയയുടെ ഭർത്താവ് സലീം അന്ന് ഓവർ ടൈം ജോലി ചെയ്യാൻ വേണ്ടി ഓഫീസിൽ പോയിരുന്നു. ഇടയ്ക്കിടെ കമ്പനിയിൽ ലീവുള്ള സമയത്ത് പോലും സലീം ഓവർ ടൈം ചെയ്ത് കാശ് സമ്പാദിക്കാറുണ്ട്. നാട്ടിലുള്ള തൻ്റെ കാമുകനെ അടുത്ത് കിട്ടിയ റസിയയ്ക്ക് അവനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന് തോന്നി. സലീമിനെ അവൾക്ക് മടുത്തു കഴിഞ്ഞിരുന്നു. സലീമിനെ എങ്ങനെയാണ് ഒഴിവാക്കേണ്ടതെന്നതിനെക്കുറിച്ച് അവർ അവിടെയിരുന്ന് ആലോചിച്ചു. ഒടുവിൽ പല പദ്ധതികളും അവർ പ്ലാൻ ചെയ്തു. നാട്ടിൽ നിന്നും വണ്ടി മെക്കാനിക് ജോലി കൂടി വശമുണ്ടായിരുന്ന ഹിജാസ് ഒരു ദിവസം പാതിരാത്രിയിൽ രഹസ്യമായി സലീമിൻ്റെ ഫ്ലാറ്റിൽ ചെന്ന് ആരും കാണാതെ കാർ പാർക്കിൽ കയറി അയാളുടെ കാറിൻ്റെ ബ്രേക്ക് തകരാറിലാക്കി കടന്നു കളഞ്ഞു. പിറ്റേന്ന് രാവിലെ ജോലിസ്ഥലത്തേക്ക് പോകാനായി ഹൈവേയിലേക്ക് കാറുമെടുത്ത് പോവുകയായിരുന്ന സലീം ഹൈവേയിൽ കയറുന്നതിന് മുമ്പായി ബ്രേക്ക് ചവിട്ടി നോക്കി. ബ്രേക്ക് കുറവായതുപോലെ തോന്നി. അയാൾ ഒന്നുകൂടി ചവിട്ടി നോക്കി. ശരിയാണ്, ബ്രേക്കില്ല. ഉടനെ ഗിയർ ചേഞ്ച് ചെയ്ത് വേഗത കുറച്ച് ഒരിടത്ത് തട്ടി നിർത്തി രക്ഷപ്പെട്ടു. സലീമിനെ കൊല്ലാനുള്ള ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ട കാര്യം ഹിജാസ് റസിയയെ വിളിച്ചറിയിച്ചു. റസിയ അത് കേട്ട് വിഷമിച്ചുകൊണ്ട് പറഞ്ഞു, ഹിജാസ്, എനിക്ക് ഭയമാകുന്നു. ഇതൊക്കെ വല്ലവരും അറിയും മുമ്പേ തന്നെ അയാളെ തീർക്കണം. എൻ്റെ പ്രിയനെ, നിന്നോടൊത്തുള്ള ജീവിതം ഞാൻ കൊതിക്കുന്നു. എപ്പോഴാണ് നമുക്കത് സാധ്യമാവുക? സലീമിൻ്റെ കൂടെയുള്ള ഓരോ നിമിഷവും ഇപ്പോൾ എനിക്ക് വെറുപ്പാണ്. എങ്ങനെയെങ്കിലും നമ്മുടെ വഴിയിൽ നിന്നും അയാളെ ഒഴിവാക്കണം. തൻ്റെ ഉപ്പയെ കൊല്ലുന്ന കാര്യം പറഞ്ഞതുകൊണ്ടോ എന്തോ ആ 1 വയസ്സുകാരൻ ഉമ്മയുടെ കൈകളിൽ കിടന്ന് ഉച്ചത്തിൽ കരഞ്ഞു. ഉടനെ തൻ്റെ കുഞ്ഞിനെ അവൾ കയ്യിലെടുത്ത് താലോലം പാടി സമാധാനിപ്പിച്ച് തോളിൽ കിടത്തി. ഇപ്പോൾ അവൻ ശാന്തനായി. സ്വന്തം ഭർത്താവിൻ്റെ കുഞ്ഞിനെ തോളിലിട്ടുകൊണ്ട് അതിൻ്റെ ഉപ്പയെ കൊല്ലാനുള്ള പദ്ധതി ഒരുക്കുന്ന ഉമ്മയെ നോക്കി ആ കുഞ്ഞൊന്ന് പുഞ്ചിരിച്ചു. റസിയ, നീ വിഷമിക്കാതിരിക്കെ, നമുക്ക് വഴിയുണ്ടാക്കാം. പുറത്തു വച്ചുള്ള കൊലപാതകം ഇനി നടക്കില്ല. വേറെ വഴി നോക്കാം.
നീ സമാധാനമായിരിക്ക്. ഹിജാസ് അവൾക്ക് ധൈര്യം നൽകി ഫോൺ കട്ട് ചെയ്തു. പുറത്തു വെച്ച് സലീമിനെ ഇല്ലാതാക്കാൻ തീരുമാനിച്ച ഇരുവരുടെയും പദ്ധതികളെല്ലാം പാളി. ഇതോടെ ഈ കൊലപാതകം താൻ നടത്താമെന്ന് ഭാര്യ റസിയ തന്നെ തീരുമാനിക്കുകയായിരുന്നു. നല്ല ഒരു പായസമുണ്ടാക്കി സലീമിന് കൊടുക്കാൻ മേശപ്പുറത്ത് വെച്ചു. അതിലവൾ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന വിഷം കലർത്തി. കുടുംബത്തിനു വേണ്ടി അമിതമായി അധ്വാനിച്ച് ജോലി കഴിഞ്ഞ് തളർന്നു വരുന്ന സലീമിന് ഇത് നൽകണം. ഇത് കഴിക്കുന്നതോടുകൂടി അവന്റെ അധ്വാന ഭാരം തീരും. അവൻ ഈ ലോകത്ത് നിന്ന് തന്നെ പോകും. റസിയ അങ്ങനെ കണക്കുകൂട്ടി. കുട്ടിയെ പാല് നൽകിയ ശേഷം ഉറക്കിക്കിടത്തി. പായസത്തിൽ വിഷം കലർത്തി ഡൈനിങ് ടേബിളിൽ വെച്ച് അവൾ സലീമിന്റെ വരവും കാത്ത് അവിടെ കാവലിരുന്നു. പുറത്ത് സലീം വന്നത് അവൾ അറിഞ്ഞു. ഫ്ലാറ്റിന്റെ ഡോറിന് മുട്ട് കേട്ടപ്പോൾ വാതിൽ തുറക്കാനായി എഴുന്നേറ്റ് റസിയ പോകുമ്പോൾ അവളുടെ പെറ്റ് പൂച്ചക്കുട്ടിയും ഡൈനിങ് ടേബിളിൽ മറുവശത്തുണ്ടായിരുന്നു. റസിയ എഴുന്നേറ്റ് പോയപ്പോൾ പൂച്ചക്കുട്ടിയും അവളുടെ ഒപ്പം പോകാൻ മേശപ്പുറത്തു നിന്നും നിലത്തേക്ക് ചാടി. മേശപ്പുറത്തുണ്ടായിരുന്ന പായസത്തിൽ തട്ടിക്കൊണ്ടായിരുന്നു അത് ചാടിയത്. വിഷം കലർത്തിയ പായസത്തിന്റെ കപ്പ് തറയിൽ വീണ് ചിന്നിച്ചിതറി. എന്താ ഒരു ശബ്ദം? വാതിൽ തുറന്ന് അകത്ത് വന്ന സലീം ചോദിച്ചു. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനുണ്ടാക്കിയ പായസം പൂച്ച തട്ടിക്കളഞ്ഞു എന്ന് അവൾ ദുഃഖത്തോടെ പറഞ്ഞു. ഓ, അത് സാരമില്ല പെണ്ണെ, നമുക്ക് പായസം വേറെ ഉണ്ടാക്കാമെന്ന് സലീം അവളെ സമാധാനിപ്പിച്ചു. സലീമിനെ കൊല്ലാനുള്ള രണ്ടാമത്തെ ശ്രമവും പരാജയപ്പെട്ടു. പിറ്റേന്ന് ഹിജാസിനോട് സങ്കടത്തോടെ ആ വിവരം പറഞ്ഞു. റസിയ, നീ വിഷമിക്കണ്ട. എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് ഒരു വിഷക്കൂട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരീരത്തിൽ എവിടെയെങ്കിലും സ്പർശിച്ചാൽ മതി, അപ്പ ചാവും. ഹിജാസ് തൻ്റെ ജ്വല്ലറി സുഹൃത്തുക്കളുടെ സ്വാധീനം ഉപയോഗിച്ച് എവിടെ നിന്നോ സൈനൈഡ് സംഘടിപ്പിച്ചു. ആരും അറിയാതെ അത് റസിയയ്ക്ക് കൈമാറി. റസിയ ഒരു ദിവസം രാത്രിയിൽ ഭക്ഷണത്തിൽ ആ സൈനൈഡ് കലർത്തി സലീമിനെ കൊലപ്പെടുത്തുകയും ചെയ്തു. സലീമിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുകയും സലീമിന്റെ മൃതദേഹത്തിനരികിൽ എല്ലാം നഷ്ടപ്പെട്ടവളെപ്പോലെ പൊട്ടിക്കരയുന്ന റസിയയെ കണ്ട് ചുറ്റും നിന്നവർ പോലും ഉള്ളിൽ കരഞ്ഞു പോയിരുന്നു. എന്നാൽ പുറത്ത് സങ്കടം അഭിനയിച്ച് ഉള്ളിൽ കാമുകനൊപ്പമുള്ള ജീവിതം സ്വപ്നം കാണുകയായിരുന്നു റസിയ. ചടങ്ങുകൾ പ്രകാരം സംസ്കരിക്കുകയും ചെയ്തു. സ്വന്തം കുഞ്ഞിന്റെ ഉപ്പാനെ, ജീവന്റെ പാതിയായി മാറിയ ഭർത്താവിനെ കാമുകന്റെ സുഖത്തിനു വേണ്ടി ഇല്ലാതാക്കിയ റസിയ മരിച്ചു കിടക്കുന്ന ഭർത്താവിന്റെ മൃതശരീരത്തിനു മുന്നിൽ പൊട്ടി കരഞ്ഞുകൊണ്ട് ഏവരെയും അത്ഭുതപ്പെടുത്തിയ അഭിനയം കാഴ്ചവെച്ചു. നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു, സലീമിന്റെ മരണം റസിയയെ തകർത്ത് കളഞ്ഞുവെന്ന്. എന്നാൽ കരഞ്ഞു കലങ്ങിയ കണ്ണും ദുഃഖം അനുഭവിക്കുന്ന മുഖഭാവവും ഇനി തനിക്കൊരു ആശ്രയം ആരുമില്ലെന്ന ഭാവത്തോടെ ശൂന്യതയിൽ നോക്കി ഭർത്താവിന്റെ മരണം മാനസികാഘാതം ഉണ്ടാക്കി എന്ന വിധം എന്തൊക്കെയോ പുലമ്പുന്ന റസിയ ആയിരുന്നു സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്തിയതെന്ന് ആരും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. സലീമിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സയനൈഡിന്റെ അംശം കണ്ടതോടെ സൗദി പോലീസിന് സംശയം തോന്നി. കേസ് അന്വേഷണം അതീവ രഹസ്യമായി അവർ തുടർന്നു. ഇതിനിടയിൽ ഭർത്താവിന്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ശേഷം സൗദിയിൽ തിരികെ എത്തിയ റസിയ ഭർത്താവുമൊത്ത് താൻ താമസിച്ച ഫ്ളാറ്റ് വലിയ വിലയ്ക്ക് വിറ്റു. പുതിയൊരു ജീവിതം തുടങ്ങാൻ അവിടെയുള്ള അയൽപക്കക്കാരും പരിചയക്കാരും ഒരു തടസ്സമാണെന്ന് അവൾ മനസ്സിലാക്കിക്കൊണ്ട് തന്ത്രപൂർവമാണ് അത് ചെയ്തത്. എന്നിട്ട് വളരെ അകലെയായി സൗദിയിൽ തന്നെ മറ്റൊരു വീട് വാടകയ്ക്കെടുക്കുകയും അങ്ങോട്ടേക്ക് താമസം മാറുകയും ചെയ്തു. അപ്പോൾ ഹിജാസും ഭർത്താവായി കൂടെ ഉണ്ടായിരുന്നു. തൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത പോലെ ഇഷ്ടപ്പെട്ട കാമുകൻ ഹിജാസുമായി സുന്ദരമായൊരു ജീവിതം അങ്ങനെ തുടങ്ങിയായിരുന്നു റസിയ. ടോക്സിക്കും വെറുപ്പുമുള്ള പങ്കാളിയുമായി ജീവിച്ചിരിക്കുന്നതിനേക്കാൾ എന്തൊരു രസവും സുഖവുമാണ് ഇഷ്ടപ്പെട്ട ഇണയുമൊത്തുള്ള ജീവിതം. ആ ഒരു സുഖത്തിൽ അങ്ങനെ ജീവിക്കുകയായിരുന്നു റസിയ. പക്ഷേ ആ സന്തോഷം ഏറെ നാൾ നീണ്ടു നിന്നില്ല. സലീമിന്റെ മരണം അന്വേഷിച്ച സൗദി പോലീസ് സലീമിൻ്റേത് കൊലപാതകമാണെന്ന് കണ്ടെത്തി. അതിനു തെളിവായി കാമുകൻ ഹിജാസിനൊപ്പം റസിയ സംസാരിച്ച 4000-ഓളം മണിക്കൂറുകളുള്ള സംഭാഷണവും കൊലപാതകത്തിന് ഉപയോഗിച്ച വിഷം കിട്ടിയ വഴികളും കണ്ടെത്തി. അതോടെ ഇരുവരും പോലീസ് പിടിയിലാവുകയും തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ഹിജാസിന് 39 വർഷവും റസിയയ്ക്ക് 34 വർഷവും ശിക്ഷ ലഭിച്ചു. കോടതിയിൽ യാതൊരു ഭാവമാറ്റമോ പശ്ചാത്താപമോ കാണിക്കാത്ത ഇരുവരുടെയും പെരുമാറ്റം കോടതിയെപ്പോലും വൈകാരികമായി ബാധിച്ചു. അതുകൊണ്ട് തന്നെ ഇരുവരുടെയും പരോൾ പോലും റദ്ദു ചെയ്തു.
സ്വഭാവ പുനഃപരിശോധന നോക്കിയിട്ട് ഇനി പരോൾ അനുവദിക്കാവൂ എന്ന ശിക്ഷ കൂട്ടിയാണ് ശിക്ഷ വിധിച്ചത്. നല്ല പ്രായത്തിൽ കാമുകനൊപ്പം ജീവിക്കാൻ ഭർത്താവിനെ ഇല്ലാതാക്കിയ റസിയ ഇനി പുറത്തിറങ്ങാൻ 2059 ആവും. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ നോക്കാൻ സലീമിന്റെ ബന്ധുക്കാർക്ക് വിട്ടുകൊടുത്തു.